കള്ളൻ, ആരെങ്കിലും പിടിക്കോ? എന്റെ ബാഗ് എടുത്തോണ്ട് പോന്നു. എന്തിനാ എന്റെ വഴിയിൽ നിൽക്കുന്നത്? ആ സ്ത്രീയുടെ പേഴ്സ് ആരോ മോഷ്ടിച്ചു. എനിക്ക് അയാളെ പിടിക്കണം. എന്തിനാ എന്റെ വഴിയിൽ നിൽക്കുന്നത്? വഴി മാറ്, എനിക്ക് പോണം. സോറി, ഞാൻ കരുതി നിങ്ങളായിരിക്കും കള്ളനെന്ന്. വരൂ. ഹലോ, അവനാണ് കള്ളൻ. മോട്ടു അവന്റെ പുറകെ തന്നെ ഓട്. അവന് വിടരുത്. അവൻ നിന്നെ പിടിയാക്കിയതാണ്. മോട്ടു, ആ സ്ത്രീയുടെ പേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ചിട്ടുണ്ടല്ലോ, പപ്പടാക്കി കളയും. എന്റെ പേരാണ് സ്പീഡ് കിങ് റോബർട്ട്. ഇതുവരെ എന്നെ ആർക്കും തന്നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുർഫുറി നഗരവാസികളെ വെറും കൊച്ചായി കാണരുത്, കേട്ടല്ലോ. ഫുർഫുറി നഗർ അതൊരു കോമിക്കൽ വരുന്ന പേരല്ലേ? ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. എന്നെ പിടിക്കാൻ പറ്റുമോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. കള്ളനായിട്ട് നീ ചാലഞ്ച് ചെയ്യുവാണോ? ബട്ട് ഐ ആക്സെപ്റ്റ് യുവർ ചാലഞ്ച്. ശരി എന്നാ, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്തത്? നീ എന്താ അവനെ പിടിക്കാതിരുന്നത്? അവൻ എന്റെ കൂടെ ചാലഞ്ച് വെച്ചിരിക്കുക. ഫുർഫുറി നഗരവാസികൾക്ക് അവനെ പിടിക്കാൻ പറ്റില്ല അത്രേ. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം അവന് ഞാൻ എങ്ങനെ പിടിക്കാൻ പോകുന്നെന്ന്. തനിക്ക് എന്നെ പിടിക്കണോ അല്ലേ? Come on, catch me, catch me. വേഗം വാ മോട്ടു. എന്റെ അമ്മേ. What are you people doing here? Catching Speed King Robert, sir. അയ്യോ, യെസ്. എനിക്കറിയാം. അയാൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്. ഡോണ്ട് വറി, അയാളെ ഞങ്ങൾ പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും. യു ക്യാൻ ഗോ. മോട്ടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ആ സ്പീഡ് കളറിനെ പിടിക്കാനുള്ള അവസരം കിട്ടിയിട്ടും നീ എന്താ അവനെ പിടിക്കാത്തത്? അവൻ രക്ഷപ്പെട്ടു പോയല്ലോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതത്ര നിസാര കാര്യമൊന്നും അല്ല. ആരും ഇപ്പൊ മോട്ടുവിനോടൊന്നും പറയണ്ട. മോട്ടു, നീ വിഡ്ഢിയല്ലാന്ന് പറയടാ, പറ. ഇവന്മാരൊക്കെ നിന്നെ തളർത്താൻ നോക്കുകയാണ്. മോട്ടു, why fear when Chingam is here? ഞാൻ ആ സ്പീഡ് കളറിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ചാർജ്. എന്റെ അമ്മോ. ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് എടുത്ത് ഇടേണ്ടതാണ്. ഹലോ മോട്ടു ഡിയർ. പിടിക്കാൻ പറ്റിയില്ല അല്ലേ? പാവം, ആ ഫുർഫുറി നഗറിലെ ആള് ചാലഞ്ച് തോറ്റുപോയി. അയാൾക്ക് എന്നെ പിടിക്കാൻ പറ്റിയില്ല. ഇനി തനിക്കത് ഒരിക്കലും കഴിയില്ല. ആർക്കും സ്പീഡ് കിങ് റോബർട്ടിന്റെ സ്പീഡ് മാച്ച് ചെയ്യാൻ പറ്റില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ടവർ ബ്രിഡ്ജിൽ വെച്ച് കണ്ടുമുട്ടാം. വരുന്നതിന് മുമ്പ് തന്റെ വാളറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ബൈ ബൈ, നമുക്ക് നാളെ കാണാം. ഇല്ല. മോട്ടു, പൊളിച്ചെടുത്തല്ലോ. അപ്പൊ എല്ലാം തീർന്നു. മോട്ടു ആ TV തകർത്ത് കളഞ്ഞു. അവന് മിക്കവാറും വട്ടുപിടിച്ചെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ആ സ്പീഡ് കള്ളൻ വീണ്ടും ടിവിയിൽ വന്ന് എന്നോട് ചാലഞ്ച് ചെയ്യുവാണ്. കൂടാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൻ എന്നോട് പറയുവാണ് അവനെ ഞാൻ പിടിക്കുന്ന അന്ന് തൊട്ട് അവൻ എന്റെ അടിമയായി നിന്ന് കൊള്ളാമത്രേ. അവൻ പറയുവാ ധൈര്യം ഉണ്ടെങ്കിൽ ആ ടവർ ബീച്ചിന്റെ അടുത്തേക്ക് വരൂന്ന്. എന്റെ മോട്ടു, നീ ഒന്ന് ശാന്തനാവ്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കിടന്നുറങ്ങാം. ഞാൻ നിന്നെ വിടില്ല.
ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല. മോട്ടു അവിടെ നിൽക്ക്, മോട്ടു അവിടെ നിൽക്ക്, മോട്ടു നിൽക്ക്. ദേ പോകുന്നു അവൻ. ഞാൻ നിന്നെ വിടില്ല, മോട്ടു. ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല. എടാ കള്ള, വിടില്ല, നിന്നെ വിടില്ല. അല്ല, നിങ്ങളൊക്കെ എന്തിനാ എന്നെ കെട്ടിയിട്ടത്? ഞാൻ ആ സ്പീഡ് റോബറിനല്ലേ പിടിക്കാൻ പോകുന്നത്. എന്റെ അമ്മോ, മോട്ടോ നീ ആ റോബറിനല്ല പിടിക്കാൻ പോയത്. ഉറക്കത്തിൽ നീ ഞങ്ങളെല്ലാരും ചവിട്ടി പദം വരുത്തുകയായിരുന്നു. ആരോ എന്റെ ബുദ്ധി എന്തോ ചെയ്തു കളഞ്ഞു. ഉറക്കത്തിൽ പോലും ആ കള്ളൻ വന്ന് എന്നെ ശല്യം ചെയ്യുന്നു. അവന് പ്രത്യേകമായിട്ട് എന്തോ ഒരു കഴിവുണ്ട് കേട്ടോ. ഓയ് മോട്ടു ചങ്കേ, അത് അവന്റെ കഴിവൊന്നുമല്ല, സയൻസ് ആണ്, സയൻസ്. സാധാരണ ഒരു മനുഷ്യന് അത്രയും വേഗത്തിൽ ഓടാൻ സാധിക്കുകയില്ല. ആ കള്ളൻ എന്തോ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ ചങ്കേ. ഹലോ മോട്ടു, ഇത് താങ്കളുടെ ഫ്രണ്ട് ആണ്, സ്പീഡ് കിങ് റോബർട്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, തനിക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ ചാലഞ്ച് തോറ്റിരിക്കുന്നു. സ്പീഡ് റോബർ, ഒരിക്കൽ കൂടി നീ എന്റെ കൺമുമ്പിൽ വന്ന് പെട്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടുമല്ലോ, നോക്കിക്കോ. ഓക്കെ ഓക്കെ മോട്ടു, കം ഓൺ. ഞാൻ ബ്രിഡ്ജിന്റെ മറ്റേ വശത്ത് ഒരു റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാണ്. പത്തലു, ആ സ്പീഡ് റോബറെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറന്റിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എന്റെ മോട്ടു, ഇപ്പൊ നിന്റെ വയറ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? റോബറിനെ പിടിക്കാൻ ഒരു വഴിയുണ്ട്. ദേ കണ്ടില്ലേ, അവനിരിക്കുന്ന റെസ്റ്റോറന്റില് നല്ല ടേസ്റ്റിയുള്ള സമൂസയുണ്ട്. പൊളിച്ചേ. സമൂസേ, സമൂസേ, സമൂസേ. എന്റെ പത്തിലു, നീ ഇതെന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞില്ല? എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല? സമൂസേ, സമൂസ, 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 സമൂസ തരൂ, സമൂസ തരൂ, സമൂസ ഇവിടെ, സമൂസ തരൂ. പത്തിലു, സമൂസ ഇല്ലല്ലോ, സമൂസ ഇല്ലല്ലോ, സമൂസ ഇല്ല, സമൂസ ഇല്ല. പത്തിലു, സമൂസ അവിടെ ഇല്ല കേട്ടോ. സമൂസ പോയിട്ട് സമൂസയുടെ ഉരുളക്കിഴങ്ങ് പോലും അവിടെ ഇല്ല. എന്റെ മോട്ടു, നീ അതുവരെ പോയിട്ട് എന്തിനാ അവനെ പിടിക്കാതെ ഇങ്ങോട്ട് വന്നത്? ഓയ് കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു. ഓയ് മോട്ടു, എന്റെ സംശയം വളരെ ശരിയാണ്. അയാൾ റോബോട്ടിക് ബൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മോട്ടു, ഇന്ന് ഈ റിമോട്ട് പിടിച്ചോളൂ. ഈ റിമോട്ട് കൊണ്ട് ആ റോബോട്ടിക് ബൂട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാ വരൂ, ഞാൻ എന്റെ സ്പീഡ് കാണിച്ചു തരാം. റെഡി കിങ് റോബർ, ഓടിക്കോ. എത്ര വേഗത്തിൽ ഓടാൻ പറ്റുമോ ഓടിക്കോ. ഞാൻ നിന്നെ പിടിച്ചിരിക്കും, കണ്ടോ? ഓക്കെ മോട്ടു, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? കണ്ടോ, പിടിച്ചല്ലോ ഞാൻ. ഇതെങ്ങനെയാ സംഭവിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ എന്നെ പിടിക്കാൻ പറ്റിയത്? ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇത് ചീറ്റിംഗ് ആണ് മോട്ടു, ഇത് ചീറ്റിംഗ് ആണ്. എടോ, ഇതാണ് ചീറ്റിംഗ്. ഇനി അഥവാ നിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫുർഫുറി നഗരവാസികളും അതിലൊട്ടും തന്നെ കുറഞ്ഞവരല്ല. ഇൻസ്പെക്ടർ പീറ്റർ, ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ സ്പീഡ് കിങ് റോബർ. കണ്ടില്ലേ, ഇതാണ് അവൻ ഇത്രയും കാലം ഉപയോഗിച്ച റോബോട്ടിക് ഷൂസ്. ഇതിന്റെ സഹായത്താലാണ് അവൻ ഇത്രയും സ്പീഡിൽ ഓടിയിരുന്നത്. അരെ വാ മോട്ടു പത്തലുമാരെ,
താങ്ക് യു വെരി മച്ച്. ഇയാള് വലിയ ഒരു തലവേദനയായിരുന്നു ഇവിടെ എല്ലാവർക്കും. അതുപോലെ അവനെയും ജയിലിൽ കൊണ്ടുപോയി നല്ല പണി കൊടുക്കും സാറേ. Watch India's largest kids library only on Jio Hotstar. Download the app now.